ഹരിയാന ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘം വ്യാജ ഏറ്റുമുട്ടൽ നടത്തിയെന്ന കേസിലകപ്പെട്ട ജയിലിലായ പഹുജ ജാമ്യത്തിൽ പുറത്തിറങ്ങി 5 മാസത്തിനു ശേഷം ജനുവരി 2-നാണ് കൊല്ലപ്പെട്ടത്. ഗുരുഗ്രാമിലെ ഹോട്ടലിൽ വെടിയേറ്റ് 10 ദിവസത്തിനു ശേഷം മുൻ മോഡൽ ദിവ്യ പഹുജയുടെ മൃതദേഹം ശനിയാഴ്ച ഹരിയാനയിലെ തൊഹാനയിലെ ബഗ്ര കനാലിൽ നിന്നും കണ്ടെത്തി. പഞ്ചാബിലെ മുനാക് പ്രദേശത്ത് നിന്നാണ് മൃതദേഹം കനാലിലേക്ക് തള്ളിയിരിക്കുന്നതെന്ന് ഗുഡ്ഗാവ് പോലീസ് പറഞ്ഞു. 2016-ൽ മുംബൈയിലെ ഹോട്ടൽ മുറിയിൽ ഹരിയാന ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘം വ്യാജ ഏറ്റുമുട്ടൽ നടത്തിയെന്ന കേസിലകപ്പെട്ട് ജയിലിലായ പഹുജ ജാമ്യത്തിൽ പുറത്തിറങ്ങി 5 മാസത്തിനു ശേഷം ജനുവരി 2-നാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹത്തിനായി ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടന്നിരുന്നുവെങ്കിലും വ്യാഴാഴ്ച പിടികൂടിയ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ അഭിഭാഷകന് ബൽരാജ് ഗില്ലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പോലീസിന് ലഭിക്കുന്നത്. പഹുജയുടെ മൃതദേഹം ബക്ര കനാലിൽ തള്ളിയെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ബക്ര കനാലിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വെള്ളിയാഴ്ച മൂനക്കിലെ ബക്ര കനാലിലേക്ക് മൃതദേഹം തള്ളിയതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം മൃതദേഹം മൂനാക്കിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളതിനാൽ കനാലുകളുടെ വിവിധ ഭാഗങ്ങളിൽ ടീമുകളെ വിന്യസിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഗുഡ്ഗാവ് പോലീസ് വക്താവ് സുഭാഷ് ബോക്കൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ മൃതദേഹം കണ്ടെത്തിയെന്നും അവർ ഇപ്പോൾ മൃതദേഹം കനാലിൽ നിന്ന് വീണ്ടെടുക്കുകയാണെന്നും പ്രാദേശിക ടീമുകൾ ഞങ്ങളെ അറിയിച്ചു. 150 മുതൽ 200 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ബക്ര കനാലിൽ ഇത്തരമൊരു തിരച്ചിൽ ശ്രമകരമായ ദൗത്യമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞങ്ങൾ ഓരോ ജില്ലയിലെയും കനാൽ ഒഴുകുന്ന വഴിയും കൃത്യമായി പരിശോധിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും വരുൺ ദാഹിയെ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഫത്തേഹാബാദിലേക്ക് അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹുജയുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് DSP തൊഹാന പറഞ്ഞു. ഗുഡ്ഗാവ് പോലീസിന്റെ ക്രൈം ടീം NDRFും തൊഹാനയിൽ നിന്നുള്ള സംഘവും മൃതദേഹം വീണ്ടെടുക്കാൻ സ്ഥലത്തുണ്ട്. വലതു തോളിലെ ടാറ്റു സ്ഥിരീകരിച്ചാണ് പഹുജയെ തിരിച്ചറിഞ്ഞത്, DSP കൂട്ടിച്ചേർത്തു. അതേസമയം പഹുജയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഹുജ കൊല്ലപ്പെട്ട സെക്ടർ 14-ലെ സിറ്റി പോയിന്റ് ഹോട്ടലിന്റെ ഉടമ സിംഗ്, ഇയാളെ മൃതദേഹം നീക്കാൻ സഹായിച്ച ഹോട്ടൽ ജീവനക്കാരായ ഓംപ്രകാശ്, ഹേംരാജ്, മൃതദേഹം കനാലിലേക്ക് തള്ളാൻ സിംഗിനെ സഹായിച്ച മേഘ, വ്യാഴാഴ്ച വൈകിട്ട് കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ബൽരാജ് ഗിൽ എന്നിവരെയാണ് പിടിയിലായത്.